എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. തിരക്ക് കാരണം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലെ വീഡിയോ നമുക്ക് കൃത്യസമയത്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരോടും അതിനൊരു ക്ഷമ ചോദിക്കുന്നു. അശ്വതിയും ഭരണിയും കാർത്തികക്കാരും ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. സ്വജനങ്ങളുമായിട്ടൊക്കെ കലഹം ഉണ്ടാവാതിരിക്കാനും ഈ നക്ഷത്രക്കാരൊന്ന് കരുതിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നമ്മുടെ പേരിലുള്ള ആരോപണങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. പലപ്പോഴും നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്ന തൊഴിൽ സ്ഥാനത്തു നിന്ന് പോലും നമുക്ക് ദുഷ്കീർത്തി ലഭിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ചും ചിന്തിച്ചും വേണം ഈ ഒരാഴ്ചക്കാലം ഇവർ മുന്നോട്ട് പോകാനായിട്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ രാജഗോപാല മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും തൃക്കൈവെണ്ണ വഴിപാടായി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതിനൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ കൂടി ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും അലസത മട്ടിൽ കൊണ്ടുപോകുന്ന സ്വഭാവവിശേഷത്തെ മാറ്റിക്കൊണ്ട് കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അടുക്കും ചിട്ടയും വരുത്താനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൻ്റെ ഗുണത്തിൻ്റെ ഫലത്തിനായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കുങ്കുമാർച്ചന വഴിപാടായിട്ട് നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകേരത്തിര, തിരുവാതിര, പുണർദത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെയുള്ള അനുകൂല സമയമാണ് ഈ വരാൻ പോകുന്നത്. വിവാഹ തടസ്സങ്ങളൊക്കെ അനുഭവത്തിലുള്ളവർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം സംജാതമാകും. കേസുകളും തർക്കങ്ങളൊക്കെ അനുകൂലമാകുന്നതിനുള്ള സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇക്കൂട്ടർ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യന്ത്രങ്ങളിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും അഗ്നിയിൽ നിന്നുമുള്ള ഭയത്തെ ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും സംജാതമാകും. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നീങ്ങി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനും ഏറെ നാളായി ലഭിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്ന സാമ്പത്തിക കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി സാമ്പത്തികം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. ഇവരെ സംബന്ധിച്ച് സന്തോഷപൂർണ്ണമായിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നത്. മകം, പൂരം, ഉത്രത്തിക്കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർ ആരോഗ്യകാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യങ്ങൾ കഴിയാവുന്നതും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണങ്ങളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി ബാധിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും വേണ്ടി ഇവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനുള്ള അനുകൂലമായ സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് മുന്നിൽ വരാൻ പോകുന്നത്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും ഗൃഹങ്ങൾ നിർമ്മിക്കുന്നതിനോ ഗൃഹങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും ദൂരദേശത്തുള്ള ക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകുന്നതാണ്. ചിത്രത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യമുള്ള ഒരാഴ്ചക്കാലമാണ് വരാൻ പോകുന്നത്. ഭാഗ്യക്കുറികളിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയാവുന്നതും ഭാഗ്യക്കുറികളൊക്കെ എടുക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അപ്രതീക്ഷിതമായ കുടുംബ സംഗമത്തിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് സംജാതമാകും. പലവിധത്തിലുള്ള മനോക്ലേശങ്ങളും ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ നീക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പോലും
ഗുണഫലത്തെ കൂടുതലായിട്ട് അനുഭവിക്കുന്നതിനുള്ള സാഹചര്യം ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. അത് കഴിയാവുന്നതും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വിശാഖക്കാലം അനിഴവും തൃക്കേട്ടക്കാരെയും സംബന്ധിച്ച് തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ഗൃഹസ്ഥാനത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മനോവ്യസനങ്ങളൊക്കെ ആകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. അതുകൊണ്ട് തന്നെ കഴിയാവുന്നതും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമീപനങ്ങളൊക്കെ നമുക്ക് നേരിട്ടെന്ന് വന്നേക്കാം. അതൊക്കെ നമുക്ക് ഏറെ ബുദ്ധിമുട്ട് മനസ്സിന് നൽകുന്നതായിരിക്കും. അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനോബലത്തെ ഇവർ ആർജിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. കഴിയാവുന്നതും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ടെൻഷൻ അടിക്കുന്നതായും ആലോചിച്ച് ടെൻഷൻ അടിച്ച് വെറുതെ നമ്മുടെ സമയത്ത് കളയുന്നതായ സ്വഭാവവിശേഷവും ഇവർ മാറ്റിവെക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലുള്ളത് തുറന്നു പറയാനായിട്ട് കൂടി ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്താനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥാനത്ത് അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ചെലവ് വരുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈവറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ സ്ഥാനമാറ്റങ്ങളൊക്കെ വരാനുള്ളൊരു യോഗം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥാനത്ത് കൃത്യസമയത്ത് എത്തി കൃത്യസമയത്ത് ജോലികളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോവുക. മേലധികാരികളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ലഭിച്ചേക്കാം. അത് പലവിധത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം. വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന തൊഴിൽ സ്ഥാനത്തു നിന്ന് പോലും പലപ്പോഴും നമ്മുടേതല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് സ്ഥാനമാറ്റം ലഭിക്കാനുള്ളൊരു ദോഷം ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ മുൻവിധിയോടുകൂടി സമീപിക്കുക. വളരെ ചിന്തിച്ച് പ്രവർത്തിക്കാനും കൂടി ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി ദോഷങ്ങൾ മാറ്റി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഉത്രാടത്തിന് മുക്കാനും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും ആരോഗ്യകാര്യങ്ങൾ പലപ്പോഴും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ടേക്കാം. ദന്ത സംബന്ധമായിട്ടോ നേത്ര സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ വരുന്ന വ്യാധികളെ ഇവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ അച്ചടക്കമില്ലായ്മ കൊണ്ട് നമുക്ക് വന്നുഭവിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും സംജാതമായേക്കാം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടിയുള്ള ജീവിതശൈലി കൊണ്ടുവരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പുറമേ നിന്നും ഒഴിവാക്കാനായിട്ടും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ആരോഗ്യ ക്ലേശങ്ങളുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രത്തെ അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്ന ഇവരെ സംബന്ധിച്ച് ഏറെ ഗുണകരമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരിട്ടാതി മുക്കാൽ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാന പൂർണ്ണമായിരിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ കാര്യസാധ്യം ലഭിക്കുന്നതിനും വിദേശത്തേക്കൊക്കെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർക്കൊക്കെ കാര്യം സാധിക്കുന്നതായ ഒരു സമയമാണ്. എങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മനോവിഷമങ്ങൾക്കുണ്ടാകുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വരാൻ പോകുന്നത്. വ്യാപാര ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ സമയത്തെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്താനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ വാഹനം, പുതിയ ഗൃഹം, പുതിയ ആഭരണ വസ്ത്രങ്ങൾക്കുള്ള യോഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഏറെ നാളെ അകന്നു കഴിയുന്ന ആൾക്കാരുമായിട്ട് ഒരുമിച്ച് കഴിയുന്നതിനും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം സംജാതമാകും. മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃബന്ധത്തെ പോലും നശിപ്പിക്കാനുള്ള യോഗത്തെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ കണിശമായിട്ടും പറ്റില്ല എന്ന് തന്നെ പറയുക. കഴിയാവുന്നതും നമ്മൾ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് അത് പറയുന്നത് പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ്. അപ്പം ഈ നക്ഷത്രക്കാരെല്ലാം പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ വഴിപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി നടത്തുക. എല്ലാവർക്കും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വരുന്ന വിഷുബലത്തിനെ സംബന്ധിച്ച് ഒരു വർഷക്കാലം മേടസംക്രമണ ഫലം എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് വരാൻ പോകുന്ന ഒരു വർഷം നമ്മുടേത് എങ്ങനെയായിരിക്കും, നമുക്ക് നല്ലതാണോ ചീത്തയാണോ, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി
മുന്നോട്ട് പോവേണ്ടതുണ്ട്. പുതിയ സംരംഭങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണദോഷങ്ങളാണോ എന്നൊക്കെ അറിയുന്നതിനുള്ള വിഷുബലം സംബന്ധിക്കുന്ന പരിപൂർണമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. ഓരോ നക്ഷത്രത്തെക്കാരെയും പറ്റി വിശദമായിട്ട് പറയാൻ തന്നെ ആ വീഡിയോയിൽ ശ്രമിക്കുന്നതാണ്. എല്ലാവരും വിഷുബലത്തെ കാണുക.